നമസ്കാരം. മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ ഇപ്പോൾ PMR ഷോ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം വളരെ കൃത്യമായി അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം ഞാൻ പറയുന്ന സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ആ ഘട്ടത്തിൽ ആദ്യം നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരുന്ന ആധികാരികത പ്രിൻസിപ്പൽ പറഞ്ഞ ഇന്നലെ രാവിലെ പ്രിൻസിപ്പൽ പറഞ്ഞ ഈ ഡോക്യുമെന്റ് ഈ പറഞ്ഞ പോലെ അത് പിഴവ് സംഭവിച്ചതാണ്, ക്ലറിക്കൽ എറർ ആണ് എന്ന് പ്രിൻസിപ്പൽ പറഞ്ഞതിനകത്ത് പ്രിൻസിപ്പൽ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു അതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആധികാരികമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും പ്രിൻസിപ്പൽ പറഞ്ഞു, ഞാനിതുമായി ബന്ധപ്പെട്ട് പലയാവർത്തി പറഞ്ഞു, 2020 അഡ്മിഷനാണ് ഞാൻ. 2021 അഡ്മിഷനിലുള്ള വിദ്യാർത്ഥികളുടെ റെഗുലർ റിസൾട്ടിന്റെ കൂടെയാണ് ഈ റിസൾട്ട് തെറ്റായ നിലയ്ക്ക് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് എന്റെ റിസൾട്ടല്ല, ഞാൻ ആ പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുള്ള ആളല്ല, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളല്ല, ഞാൻ ആ പരീക്ഷ എഴുതിയിട്ടുള്ള ആളല്ല. ആ വിദ്യാർത്ഥികളുടെ റെഗുലർ പരീക്ഷയോടൊപ്പം എന്റെ റിസൾട്ട് ഒരു കാരണവശാലും എന്റെ പേരെ അവിടെ വരേണ്ടതില്ല. കാരണം ഞാൻ എന്റെ മാർക്ക് തിരുത്താൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, എനിക്ക് വേണ്ടി ഫീസ് അടയ്ക്കാനും പരീക്ഷാ ഫീസ് അടയ്ക്കാനും ഞാൻ മറ്റാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും തെറ്റായ ഒന്നാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ ഇന്ന് രാവിലെയും നിങ്ങൾക്കുണ്ടായിരുന്ന ആധികാരികത പ്രിൻസിപ്പൾ പറഞ്ഞു. ഇതിനകത്ത് 3ാം സെമിസ്റ്ററിന്റെ പരീക്ഷാ ഫീസ് രണ്ടാമത് ഞാൻ വീണ്ടും അടച്ചതിന്റെ ഭാഗമായി ഉണ്ടായതാണ്, വീണ്ടും ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഈ ഒരു ഘട്ടമാകുമ്പോഴേക്കും ക്യാമ്പസിനകത്തെ പ്രിൻസിപ്പൾ 3ഓ 4ഓ വട്ടം അഭിപ്രായം മാറ്റി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിലും തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യമാണ് SFIക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഞാനിതുമായി ബന്ധപ്പെട്ട് പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കകത്ത് പരാതി കൊടുക്കുന്നതിന് വേണ്ടിയും ആ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെയുണ്ട്, ഈ കേരളത്തിനകത്തെ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് പോലെ നിങ്ങൾക്കൊക്കെയുണ്ട് എന്ന് പറയപ്പെടുന്നത് പോലുള്ള ക്രെഡിബിലിറ്റി എനിക്കുണ്ട്. ഈ രണ്ട് ദിവസക്കാലം ഒരു വിദ്യാർത്ഥി സംഘടന, ആ വിദ്യാർത്ഥി സംഘടനയുടെ ഉത്തരവാദിത്വപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങളാലാവുന്ന എല്ലാ തരത്തിലുള്ള വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായ ആളുകളാണ് നിങ്ങൾ. വ്യാജ വാർത്ത എന്ന് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ഈ 2 ദിവസത്തിനുള്ളിൽ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത് PMR ഷോ എന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി പരീക്ഷ എഴുതാതെ അധ്യാപകരെ സ്വാധീനിച്ച് കൃത്രിമം കാണിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന, വ്യാജമായി പരീക്ഷ പാസ്സാകുന്ന ഒരാളാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓവർ ടൈം പണിയെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ഈ ഘട്ടത്തുമ്പോഴേക്കും നിങ്ങൾക്കത് അതിനകത്ത് ആദ്യം ഉണ്ടായിരുന്ന അഭിപ്രായത്തിനകത്ത് മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടുള്ള ഗൂഢാലോചനകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ചില മാധ്യമ ഗൂഢാലോചനകൾ ഈ 2 ദിവസം നടന്നിട്ടുണ്ടോ എന്നുള്ളത് SFI സംശയിക്കുന്നുണ്ട്. കാരണം ഈ ഈ നിലയിലേക്ക് വിവാദമുണ്ടാക്കുന്ന സമയം പശ്ചാത്തലം വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞ പോലെ കോട്ടയം ജില്ലയിൽ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് ഒരു വിദ്യാർത്ഥി സമരം SFI ഏറ്റെടുത്ത സമരവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ആ സമരത്തെ പരിഗണിക്കുന്നതിന് വേണ്ടി ആ സമരത്തെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ചർച്ചയാക്കുന്നതിന് എത്തിക്കുകയോ ചെയ്യാതിരുന്ന മാധ്യമങ്ങൾ പൂർണ്ണമായും വളരെ ഗൗരവകരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആ വാർത്ത പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തരുത് എന്ന നിലപാടിന്റെ ഭാഗമായിട്ട് ഈ 2 ദിവസം ഇന്നിപ്പോ ഈ നിമിഷമാകുമ്പോഴേക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്ത് ആ സമരത്തിനകത്ത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ നിലയിൽ ആ സമരം അവസാനിക്കുന്നത് വരെ നിങ്ങളിൽ ചിറക്ക് ചർച്ചയാക്കേണ്ടിയിരുന്നത് SFIയെയും SFI സംസ്ഥാന ഭാരവാഹികളെയും ഈ പറഞ്ഞ പോലെ മോശമായി ചിത്രീകരിച്ച് വേട്ടയാടുന്ന നിലയിലേക്ക് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനകത്തെ വിദ്യാർത്ഥിനിയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാത്ത നിലയിലേക്ക് ആ മാനേജ്മെന്റിന്റെ പണം പറ്റിയടക്കം ചില മാധ്യമങ്ങൾ, ഇതിനകത്ത് മുഴുവൻ മാധ്യമങ്ങളും ആ നിലയിലാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, ഒരു കാരണവശാലും ഉണ്ടാവുകയുമില്ല. ചില മാധ്യമങ്ങൾ ആ നിലയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ബലമായി സംശയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ SFIക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കാണുമ്പോൾ ഓടിക്കയറാനുള്ള ചെരിഞ്ഞു കിടക്കുന്ന തെങ്ങല്ല SFI എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം. എന്തുണ്ടായാലും അതിനകത്ത് SFIയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിലേക്ക് മാത്രം വാർത്തകൾ, നിങ്ങളതിനകത്ത് വിമർശനം ഉന്നയിക്കേണ്ടുന്ന ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പോരായ്മകൾ ചൂണ്ടിക്കാണിക്കേണ്ടവ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അതേ. മാർക്ക് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട PMR ഷോ പ്രതികരിക്കുകയാണ്. പ്രിൻസിപ്പൽ പലതവണയായി അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നു. ഈ കാര്യത്തിൽ കോളേജിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന
പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. പോലീസിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ വിവരങ്ങൾ പുറത്തു വരിക തന്നെ വേണം. ഒപ്പം മാധ്യമപ്രവർത്തകരെയും വലിയ രീതിയിൽ വിമർശിക്കുകയാണ് ആർഷോ. SFIയെ പ്രതിക്കൂട്ടിൽ നിർത്താനായി മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിച്ചു എന്നാണ് ആർഷോ പറയുന്നത്. എന്തായാലും ഈ സാങ്കേതിക പിഴവാണ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് എന്നാണ് PM ആർഷോ പറയുന്നത്. പ്രിൻസിപ്പൽ ഇത്തരത്തിൽ പലതവണയായി അഭിപ്രായം മാറ്റി പറയുന്നുവെന്നും കോളേജിനകത്ത് തന്നെ ഈ SFIക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ആർഷോ ആവർത്തിച്ചു. ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഒരു ഡോക്യുമെന്റ് പൊക്കി കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങളുടെ മുൻപിലേക്ക് ഒരു ഡോക്യുമെന്റ് പൊക്കി കാണിച്ചുകൊണ്ട് ഇതാണ് ആധികാരികമായിട്ടുള്ള രേഖ, ഈ രേഖ പ്രകാരം ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. ഇതേ ആളാണ് ഈ ഘട്ടത്തിൽ അത് തിരുത്തി, ഈ സമയമാകുമ്പോഴേക്കും ആ പറഞ്ഞ കാര്യത്തെ തിരുത്തി ഈ ഘട്ടത്തിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറയും. ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഈ 2 ദിവസത്തിനകത്ത് ബോധ്യപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ. പ്രിൻസിപ്പൾ പറഞ്ഞ പ്രിൻസിപ്പളുടെ വാക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെ നിലപാടുമായി ബന്ധപ്പെട്ട് ഈ 2 ദിവസത്തിനകം എത്ര തവണ മലക്കം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ ന്യൂസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നല്ല ബോധ്യം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ SFIയെ തകർത്ത് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കണം. ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ SFI പരാതി നൽകും. വ്യക്തിപരമായി ഞാനും പരാതി നൽകും. നിലവിൽ ഈ പറഞ്ഞ പോലെ പോലീസ് സംവിധാനങ്ങളുടെ മുൻപിലടക്കം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി സമർപ്പിക്കുന്ന നിലയുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ പരാതി സമർപ്പിക്കുന്ന നിലയുണ്ടാകും. ഒരു കാരണവശാലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്തും ഒരു തരത്തിലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടുന്ന, അതിനകത്ത് കൃത്യമായ നടപടി എടുക്കേണ്ടുന്ന മുഴുവനിടങ്ങളിലും പരാതിയുമായി മുന്നോട്ട് പോകുന്ന നിലയുണ്ടാകും. ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ രാവിലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. വളരെ ആധികാരികതയോടെ ആണ് അദ്ദേഹം അക്കാര്യം അവതരിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. തൊട്ട് പിന്നാലെയാണ് ഇക്കാര്യങ്ങൾ പിന്നെയും തിരുത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് അവർക്ക് പറ്റിയ പാളിച്ചകളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുന്നത്? അല്ല, അതിനകത്ത് ആ പാളിച്ചകൾ ഉൾപ്പെടെ പരിശോധിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു ആധികാരികതയും ഇല്ലാതെ നേരത്തെ ഇന്ന് രാവിലെ പ്രസ് മീറ്റിനകത്ത് വളരെ ആധികാരികം എന്ന രൂപത്തിൽ എടുത്തുയർത്തി കാണിച്ച ആ ഒരു പേപ്പർ നിങ്ങളുടെയൊക്കെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനകത്ത് ആ പേപ്പറിൽ ഒരുപാട് തെറ്റുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുള്ളത് ഈ പറയുന്ന 2021 ബാച്ചിന്റെ 3ാം സെമിസ്റ്റർ റോൾ ലിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 3ാം സെമിസ്റ്ററിൽ അതിൽ എൻ്റെ പേര് ആദ്യമുണ്ട്. ആ വർഷം ആ ബാച്ചിന്റെ 3ാം സെമിസ്റ്ററിനകത്ത് വിദ്യാർത്ഥിയല്ല ഞാൻ 4ാം സെമിസ്റ്ററിലാണ് ആ ബാച്ചിനകത്ത് റീ അഡ്മിഷൻ എടുക്കുന്നത്. ഇനി പോട്ടെ, അതിന്റെ അവസാനം നിങ്ങൾക്ക് കിട്ടിയ ആ പേപ്പറിന്റെ അവസാനം നമ്മൾ പരിശോധിച്ചാൽ കാണാം. അവസാനം ഒരു ഡേറ്റ് ഉണ്ട്, അതിന്റെ പകുതി വെട്ടിയിട്ടുണ്ട്. അവസാന ഡേറ്റ് ഉണ്ട് ജൂൺ മാസം 7-ാം തീയതി 2023. ഇന്നത്തെ ഡേറ്റ്. ഇന്ന് രാവിലെ അവരിരുന്ന് ടൈപ്പ് ചെയ്ത് മാധ്യമങ്ങളുടെ മുൻപിലേക്ക് ആധികാരിക രേഖ എന്ന് പറഞ്ഞ് സമർപ്പിച്ചിട്ടുള്ളതാണിത്. ഈ നിലയിലല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രിൻസിപ്പൾ ഇടപെടേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് അവര് പരിശോധന നടത്തണം. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിനകത്ത് വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതിനകത്ത് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാം. PM ആർഷോ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സാങ്കേതിക പിഴവ് തന്നെയാണ് കാരണം. ഗൂഢാലോചന SFIക്കെതിരെ ഇപ്പോഴും തുടരുന്നു എന്നാണ് PM ആർഷോ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകുമെന്നും PM ആർഷോ പറഞ്ഞു. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ വിശദീകരണവുമായി മഹാരാജാസ് കോളേജ്. എഴുതാത്ത പരീക്ഷയ്ക്ക് പാസ്സായെന്ന റിസൾട്ട് വന്നത് സാങ്കേതിക പിഴവാണെന്നും നിരവധി പേർക്ക് ഇതുപോലെ ഫലം വന്നിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ VS ജോയ് പറഞ്ഞു. പരീക്ഷയ്ക്ക് ഫീസ് അടച്ചിട്ടില്ലെന്ന ആർഷോയുടെ വാദം പ്രിൻസിപ്പൽ തള്ളി. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ എഴുതാത്ത പരീക്ഷയ്ക്ക് പാസ്സായെന്ന ഫലം വന്നത് സാങ്കേതിക പിഴവാണെന്ന വാദം കോളേജ് അധികൃതർ ആവർത്തിക്കുകയാണ്. ഗൂഢാലോചനയുണ്ടെന്ന ആർഷോയുടെ വാദം പ്രിൻസിപ്പൽ VS ജോയ് തള്ളി. 30ഓളം വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഫലം വന്നിട്ടുണ്ട്. സാങ്കേതിക പിഴവിൽ നിരവധി തവണ NICയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കോളേജ് അധികൃതർ. കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 30-35ഓളം പ്രാവശ്യം NICയുമായി തന്നെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും തന്നെ ഫൈനൽ ഇയർ ഡിഗ്രി സ്റ്റുഡൻസിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് പുറത്തുവിടാൻ മാർക്ക് ലിസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് സാങ്കേതിക പിഴവ് കൊണ്ടാണ്. അതുകൊണ്ട് സാങ്കേതിക പിഴവ് സ്ഥിരമായിട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ എന്നുള്ളതിൽ സാങ്കേതിക പിഴവെന്ന് പറഞ്ഞത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന് ശേഷം പറയാം. 3ാം സെമസ്റ്റർ സപ്ലിമെന്ററി പരീക്ഷയുടെ ഫീസ് അടച്ചില്ലെന്ന ആർഷയുടെ വാദവും പ്രിൻസിപ്പൽ തള്ളുന്നു. ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത രേഖ പ്രിൻസിപ്പൽ പുറത്തുവിട്ടു.
4ാം സെമസ്റ്ററിൽ പുതിയ ബാച്ചിനൊപ്പം റീ അഡ്മിഷൻ എടുത്തതിനാലാണ് ആ ബാച്ചിനൊപ്പം ആർഷയുടെ റിസൾട്ടും പുറത്തുവന്നതെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. എന്നാൽ തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് PM ആർഷോ. വിദ്യാർത്ഥികൾ ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർക്കെതിരെ പലപ്പോഴായി നൽകിയ പരാതികളും ഡിപ്പാർട്ട്മെന്റിലെ KSU നേതാവായ വിദ്യാർത്ഥിയുടെ റീവാല്യുവേഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതികളും സൂചിപ്പിച്ചാണ് ആർഷയുടെ പ്രതിരോധം. കർശന നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ആർഷോ ഫേസ്ബുക്കിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ആർഷോ CPM നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. CPM അനുകൂല സംഘടനാ നേതാവാണ് പാസ്സാക്കിയതെന്നാണ് ആരോപണം. ഇതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് ആർഷോ ആരോപിക്കുന്നു. ഡാനി പോളും നവമി ദിനേശും ചേരുന്നു. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, ആർഷോ അല്പസമയം മുമ്പാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. വലിയ വിമർശനം മാധ്യമങ്ങൾക്കെതിരെ ഉയർത്തി. അതുമാത്രമല്ല, സാങ്കേതിക പിഴവെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. മറ്റൊന്ന്, ഗൂഢാലോചന SFIക്കെതിരെ നടക്കുന്നുണ്ട് എന്നും ഇതുമായി ബന്ധപ്പെട്ട പരാതി പോലീസിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും നൽകുമെന്നും ആർഷോ പറയുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ആർഷോ ആവർത്തിച്ചത്? ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ ഉയർത്തിയ ആർഷവും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നതാണ് ഇപ്പോഴും ഇതിന്റെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിൽ കൃത്യമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് SFI എന്ന സംഘടനയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തകൾ ഈ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചിലർ ബോധപൂർവം ശ്രമിച്ചതെന്ന് ആർഷോ പറയുന്നു. ഇന്ന് രാവിലെ കോളേജ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും കാണുന്നു. ആ ഒരു സാഹചര്യത്തിൽ എത്തിയത് ആദ്യം ഈ കാര്യങ്ങളെല്ലാം തന്നെ വസ്തുതാപരമായി പരിശോധിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ അടക്കമുള്ളവർക്ക് മാധ്യമങ്ങളോട് വിശദീകരിക്കാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. വളരെ ഒരു ഗുരുതരമല്ലാത്ത രീതിയിലെന്ന പോലെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ മണിക്കൂറുകളോളം താൻ പ്രതിക്കൂട്ടിലാവുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരുന്നു. താൻ 4ാം സെമസ്റ്ററിനായിരുന്നു പുനഃപ്രവേശനം നേടിയിരുന്നത്. ഒരിക്കലും 3ാം സെമസ്റ്ററിന്റെ ഫീസും താൻ അടച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ കോളേജ് പ്രിൻസിപ്പൽ രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിൽ ഫീസ് അടക്കുകയും രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ അദ്ദേഹം കാണിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ചെയ്തത്. 3ാം സെമസ്റ്ററിലെ ഫീസ് അടച്ചതുകൊണ്ട് മാത്രമാണ് ആർഷോന്റെ പേര് പിന്നീട് ഈ ഒരു മാർക്ക് ലിസ്റ്റ് അടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് പിന്നീട് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നത്. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം പ്രിൻസിപ്പൽ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം തിരുത്തുന്നു. എല്ലാം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഫ്റ്റ്വെയറിന്റെ സാങ്കേതിക തകരാറെന്ന രീതിയിലേക്ക് അദ്ദേഹം പറയുന്നു. കാരണം ആർഷോ ഇതിൽ വേണ്ടി ഫീസ് അടച്ചിരുന്നില്ല. ഇതിൽ യാതൊരു രീതിയിൽ ഫീസ് അടക്കാത്തത് കൊണ്ട് തന്നെ ആ ഫീസ് അടക്കാത്ത വിദ്യാർത്ഥി ഒരിക്കലും തന്നെ രജിസ്റ്റർ ചെയ്ത ഒരു വിദ്യാർത്ഥിയാകുന്നില്ല. പക്ഷേ ഇപ്പോഴും ആർഷോയുടെ പേര് ആ ലിസ്റ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് NICയുടെ സാങ്കേതിക തകരാറാണ്, അവരുടെ സോഫ്റ്റ്വെയറിന്റെ തകരാറ് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത്. ആദ്യമേ ഇത് പരിശോധിക്കേണ്ടതായിരുന്നു. പക്ഷേ താനതൊരു പരിശോധനയ്ക്ക് താനൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ പൂർണ്ണമായ ഒരു പരിശോധനാ ഫലം ഇപ്പോഴാണ് വന്നത്. പിന്നീട് ഈ ഓഫീസിലെ അക്കൗണ്ടുമായി എല്ലാം തന്നെ ബന്ധപ്പെട്ട പരിശോധിക്കുമ്പോൾ ആർഷോ ഈ രീതിയിൽ പണം അടച്ചിട്ടില്ല എന്ന് തന്നെയാണ് അക്കൗണ്ട് പ്രകാരം ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് പക്ഷേ ഈ സോഫ്റ്റ്വെയർ തകരാറ് മൂലമാണ് ആർഷോയുടെ പേര് ഈ ലിസ്റ്റിൽ വന്നത് എന്നാണ് പ്രിൻസിപ്പൽ ഇത് സംബന്ധിയായി വിശദീകരിച്ചത്. എന്നാൽ ആർഷോ ഇത് സംബന്ധിച്ച് ഒരു ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ആർഷോ മാധ്യമങ്ങളുമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്റെ ആദ്യമുണ്ടായ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഇതിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ പലതവണ ഇത് തിരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ആദ്യം പരിശോധിച്ചുകൊണ്ട് അത് തിരുത്താനായിട്ട് തയ്യാറായിരുന്നില്ല എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അത് ആദ്യമേ തന്നെ ഇത്തരം രേഖകൾ പരിശോധിച്ചുകൊണ്ട് പറയുമായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ഒരു വിവാദങ്ങളടക്കം ഈ തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പകരം ആദ്യം പറഞ്ഞതെല്ലാം തന്നെ തിരുത്തേണ്ടി വരുന്നു. പിന്നീട് ആദ്യം കാണിച്ച രേഖകൾ തിരുത്തേണ്ടി വരുന്നു. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് കൃത്യമായൊരു ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ അത് വലിയൊരു ആരോപണമല്ലേ ആർഷോ ഉന്നയിക്കുന്നത്? ഒന്ന്, ഇത്തരത്തിലൊരു ഫീസ് അടച്ചിട്ടില്ല എന്ന കാര്യം ആർഷോ ഉറപ്പിച്ച് പറയുമ്പോഴും ഫീസ് അടച്ചതിന് തങ്ങളുടെ പക്കൽ ആർഷോ ഫീസ് അടച്ചതിന് തങ്ങളുടെ പക്കൽ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകർക്ക് മുന്നിലേക്ക് ഒരു പേപ്പർ അതിന്റെ കൃത്യമായ എവിഡൻസ് തന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചപ്പോൾ അത് അവർ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന പ്രധാനപ്പെട്ട ആരോപണമല്ലേ ആർഷോ ഇപ്പോൾ നമ്മളോട് ഉയർത്തിയിരിക്കുന്നത്?
ശരി, ഞാൻ ഡാനിയിലേക്ക് വരാം. ഡാനി, ഇപ്പോൾ നവമി കൂടി നമുക്കൊപ്പം ചേരുന്നു. നവമി, ഇക്കാര്യത്തിൽ ഈ പ്രിൻസിപ്പൽ അഭിപ്രായം മാറ്റി പറയുന്നു എന്നാണ് ആർഷോ പറയുന്നത്. കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട്, അത് അന്വേഷിക്കുക തന്നെ വേണമെന്നാണ് ആർഷോയുടെ വാദം. അതേസമയം പ്രിൻസിപ്പൽ ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ആർഷോ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയല്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ആർഷോ CPM നേതൃത്വത്തിന് പരാതി നൽകിയെന്നും അറിയുന്നു. ഒപ്പം CPM അനുകൂല സംഘടനാ നേതാവാണ് തനിക്കെതിരായ നീക്കങ്ങൾക്ക് പിന്നിലെന്നും ആർഷോ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, തീർച്ചയായും അശ്വതി പറഞ്ഞതുപോലെ തന്നെ രാവിലെ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ആർഷോയുടെ വാദങ്ങളെ തള്ളി ഒരു തെളിവ് സഹിതം പുറത്തുവിട്ടിരുന്നു. എന്നാൽ അല്പസമയത്തിന് മുൻപ് അത് ചെറിയ ഇന്നും തന്നെ തുടങ്ങിയിട്ടുള്ള കാര്യമല്ല. ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഇതുമായിട്ട് ആധികാരികമായിട്ടുള്ള എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഈ പറഞ്ഞ പോലെ അല്ല, അതൊക്കെ അത് ഞാൻ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ധാരണയില്ല. അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കട്ടെ, അന്വേഷിക്കട്ടെ. ഞാൻ അതിനകത്ത് വേറെ അഭിപ്രായം പറയാൻ വേണ്ടി അല്ല, അതിനകത്ത് പരിശോധിക്കട്ടെ. അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. അതിനകത്ത് SFI മറുപടി പറയേണ്ടതായിട്ടുള്ള വിഷയം നിലവിലില്ല. അത് കേസെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ നടക്കണം. SFI മറുപടി പറയേണ്ടതായിട്ടുള്ള വിഷയം തൽക്കാലം അതിനകത്തില്ല. അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ നടക്കുന്നുണ്ട്. നിയമ നടപടികൾ മുന്നോട്ട് പോകണം. കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. അല്ല, അതുമായി ബന്ധപ്പെട്ട് എനിക്കതിന്റെ വിവരങ്ങൾ അറിയില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് SFIയുമായി ബന്ധപ്പെട്ട് SFIക്ക് അകത്ത് നിൽക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ടുള്ള അലിഗേഷൻ ആണെങ്കിൽ ഞാൻ അതിനകത്ത് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. തൽക്കാലം ആള് SFIയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഞാൻ വേറെ മറുപടി പറയേണ്ടതായിട്ടില്ല. എനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളും അലിഗേഷനുകളും അതിങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കട്ടെ. അതിനകത്ത് എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അതിനകത്ത് മറുപടി. ഇപ്പോൾ ആർഷോ വീണ്ടും പ്രതികരിച്ചത് വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ഇപ്പോൾ വിദ്യ SFIയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ SFI ഇക്കാര്യത്തിലൊന്നും വിശദീകരണമോ മറുപടിയോ നൽകേണ്ട കാര്യമില്ല എന്നാണ് ആർഷോ പറഞ്ഞത്. കേസും അന്വേഷണവും ഒക്കെ അതിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് പറഞ്ഞത്. നവമി തുടരുന്നുണ്ട്. നവമി പറഞ്ഞു വന്നത് ഇന്ന് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനം നടത്തിയതിനെ കുറിച്ചാണ്. അതെ അശ്വതി, ആദ്യം പ്രിൻസിപ്പലിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ആർഷോയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്ന രീതിയിലുള്ള തെളിവുകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആർഷോ 3ാം സെമിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ പ്രസിദ്ധീകരിച്ച മാർക്ക് ലിസ്റ്റിൽ പാസ് എന്നുള്ളത് സാങ്കേതിക പിഴവാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇത് കഴിഞ്ഞ് അല്പസമയത്തിന് മുമ്പ് ആർഷോയ്ക്ക് ഒരു ക്ലീൻ ചീറ്റ് നൽകുന്ന തരത്തിലുള്ള ഒരു വാദമായിരുന്നു വീണ്ടും വാദവുമായാണ് കോളേജ് പ്രിൻസിപ്പൽ രംഗത്തെത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ റാങ്ക് 3ാം സെമസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതൊരു സാങ്കേതിക പിഴവായിരുന്നു. പക്ഷേ ഫീസ് അടച്ചിട്ടില്ല, അക്കൗണ്ട്സുമായി ചെക്ക് ചെയ്തപ്പോൾ ഫീസ് അടച്ചിട്ടില്ല എന്നതായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയത്. ഇത് തന്നെ നമുക്ക് കൃത്യമായി ഒരു വാക്കുകൾ മാറ്റി പറയുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ ആർഷോ ഇതിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന ഒരു വാദം ആർഷോ ഉന്നയിക്കുന്നുണ്ട്. CPM നേതൃത്വത്തിന് ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തു. അതായത് CPM അനുകൂല സംഘടനയുള്ള ഒരു നേതാവ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ആർഷോ ഈ പരാതിയിൽ പറയുന്നത്. AKGCTA അംഗമായിട്ടുള്ള ഒരു നേതാവ്, അതായത് താൻ ഈ കോളേജിലെ തന്നെ HOD ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ആരാണെന്നുള്ളത് കൃത്യമായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇദ്ദേഹമാണ് തനിക്കെതിരെ ഗൂഢമായ ഈ ഒരു നീക്കം നടത്തുന്നത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആർഷോ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി തുടരുന്നുണ്ട്. ഡാനി, അല്പം മുമ്പ് ആർഷോ സംസാരിച്ചപ്പോൾ ഏറ്റവും പ്രധാനമായും പറഞ്ഞ കാര്യം തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, SFIക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, അത് കോളേജിനുള്ളിൽ നിന്നാണ് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രിൻസിപ്പൽ ഇത്തരത്തിൽ വാക്കുകൾ മാറ്റിപ്പറയുന്നു, അഭിപ്രായങ്ങൾ മാറ്റിപ്പറയുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നവമി സൂചിപ്പിച്ചതുപോലെ വേണ്ട രീതിയിൽ പരിശോധിച്ച ശേഷമല്ല മാധ്യമങ്ങളെ കണ്ട് ഫീസ് അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വിശദീകരണവുമായി വന്നിരിക്കുകയാണ് പ്രിൻസിപ്പൽ. എന്തായാലും ആർഷോ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇത് സാങ്കേതിക
പിഴവ് മൂലമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഈ കാര്യത്തിൽ താൻ ഫീസ് അടച്ചിട്ടില്ല, ആരോടും തന്റെ ഫീസ് അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമുള്ളതുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നത് CPM അനുകൂല സംഘടനാ നേതാവാണ് തനിക്കെതിരായ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് കാണിച്ചുകൊണ്ട് ആർഷോ CPM നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച് ജോലിക്ക് ശ്രമിച്ച മുൻ SFI നേതാവ് K വിദ്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. നടന്നത് ഗുരുതര ക്രമക്കേടാണെന്നും വിശദമായ അന്വേഷണം വേണമെന്നും മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. 2018 മുതൽ 21 വരെ മഹാരാജാസ് കോളേജിൽ താൽക്കാലിക അധ്യാപികയായിരുന്നു എന്ന വ്യാജരേഖയാണ് വിദ്യ താൽക്കാലിക അധ്യാപക നിയമനത്തിനായി അട്ടപ്പാടി RGM ഗവൺമെന്റ് കോളേജിൽ ഹാജരാക്കിയത്. മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെ ഒപ്പും സീലും ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ ഈ സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയ അധ്യാപകർ മഹാരാജാസ് കോളേജിൽ വിവരമറിയിച്ചു. എന്റെ മുമ്പിൽ ഒരു ഇന്റർവ്യൂ ഒരാൾ വന്നിരുന്നാൽ അയാൾ ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഒറിജിനലാണോ വ്യാജമാണോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അതുപോലെ ആ കോളേജുകൾക്കുണ്ടായിരുന്നു, അവർ പരിശോധിച്ചിട്ടില്ലെങ്കിൽ അത് അവരുടെ അടുത്താണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അപ്പൊ അട്ടപ്പാടി കോളേജുകാർക്ക് അത് സംശയം തോന്നിയതുകൊണ്ട് അവർ നമ്മളടുത്ത് അറിയിച്ചു. നമ്മൾ നോക്കിയപ്പോൾ അത് വ്യാജമാണെന്നുള്ളത് നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്, പോലീസിൽ കൊടുത്തിട്ടുണ്ട്, ഇന്നലെ കേസ് വിട്ടിട്ടുണ്ട്. തുടർന്നാണ് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മഹാരാജാസിൽ പഠിക്കുമ്പോൾ റിസൾട്ട് പോലും വരാത്ത ആളാണ് ആ സമയത്ത് ഗസ്റ്റ് അധ്യാപികയായി പഠിച്ചിരുന്നുവെന്ന് വ്യാജരേഖ ഉണ്ടാക്കിയത്. ഇവിടെ നിന്ന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചതായി അറിയില്ലെന്നും ഇത്തരത്തിൽ മഹാരാജാസിന്റെ പേരിൽ വേറെ ആരെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോളേജ് പ്രിൻസിപ്പൽ VS ജോയ് പറഞ്ഞു. അയാൾ ആ 4/6/2018 മുതൽ ഇവിടെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തതാണ്. അയാളുടെ റിസൾട്ട് പോലും വന്നിട്ടില്ല. അയാൾ ഇവിടെ പഠിച്ച സ്റ്റുഡന്റ് ആണ്. ആ ഡേറ്റിൽ അയാളുടെ റിസൾട്ട് പോലും വന്നിട്ടില്ല. റിസൾട്ട് വരാത്ത ഒരാള് ഇവിടെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ മാത്രം ഇവിടെ നിന്ന് ആരുടെയും സഹായം കിട്ടിയതായിട്ട് എന്റെ ഈ പ്രാഥമിക അന്വേഷണത്തിലില്ല. കേസുമായി ബന്ധപ്പെട്ട് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിൽ നിന്നും കൊച്ചി സെൻട്രൽ പോലീസ് മൊഴിയെടുത്തു. അതേസമയം കേസ് അഗളി പോലീസിന് കൈമാറിയേക്കും. വിവാദങ്ങൾക്ക് പിന്നാലെ വിദ്യയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ന്യൂസ് 18 കൊച്ചി. വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഗസ്റ്റ് അധ്യാപക നിയമനം നേടിയ മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി വിദ്യ കെയ്ക്ക് SFIയുമായി അടുത്ത ബന്ധം. പഠനകാലത്ത് SFI പാനലിൽ മത്സരിച്ച് വിജയിച്ച വിദ്യ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയായും ക്ലാസ് റെപ്പായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. DYFIയുടെ യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വിദ്യ പ്രമുഖർക്കൊപ്പം വേദി പങ്കിട്ടു. ഗസ്റ്റ് അധ്യാപിക നിയമനം ലഭിക്കാൻ കാസർഗോഡ് സ്വദേശിനിയായ വിദ്യയ്ക്ക് വ്യാജരേഖയുണ്ടാക്കാൻ SFI നേതൃത്വവും ചില അധ്യാപകരും കൂട്ടുനിന്നു എന്നാണ് ആരോപണം. മഹാരാജാസ് കോളേജിലും കാലടി സർവകലാശാലയിൽ പഠിക്കുമ്പോഴും വിദ്യ SFI പാനലിൽ മത്സരിച്ചു വിജയിച്ചിട്ടുണ്ട്. കാലടി സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറിയായും മഹാരാജാസിൽ പഠിക്കുമ്പോൾ ക്ലാസ് റെപ്പായും തെരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യ എന്ന വിദ്യാർത്ഥിനി ഇവിടുത്തെ SFI ഭാരവാഹിയായിരുന്നു, SFI പ്രവർത്തകയായിരുന്നു. അവർ 2019 ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കോളേജിന്റെ സീലും ഒക്കെ വ്യാജമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് തേടാണ്. ക്യാമ്പസ് വിട്ടുവെങ്കിലും SFIയുടെ പരിപാടികളിലും വിദ്യ പങ്കെടുക്കാറുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എഴുത്തുകാരി കൂടിയായ ഇവർ ഫോർട്ട് കൊച്ചിയിൽ വെച്ച് നടന്ന DYFIയുടെ യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും സജീവ സാന്നിധ്യമായിരുന്നു. കഥ വേറിട്ട ശബ്ദം കേൾപ്പിക്കാൻ എന്താണ് വഴി എന്ന സംവാദത്തിൽ പ്രമുഖർക്കൊപ്പം പങ്കെടുത്തു. KP രാമനുണ്ണി ഉൾപ്പെടെയുള്ളവർക്കൊപ്പം വിദ്യ വേദി പങ്കിടുകയും ചെയ്തിരുന്നു. കാലടി സർവകലാശാലയിൽ PhD പ്രവേശനം നേടാൻ ഇവർ റാങ്ക് ലിസ്റ്റിൽ തിരുത്തൽ വരുത്തിയെന്നും KSU ആരോപിക്കുന്നുണ്ട്. അട്ടപ്പാടി സർക്കാർ കോളേജിൽ ഗസ്റ്റ് അധ്യാപികയുടെ അഭിമുഖത്തിലാണ് വിദ്യ വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SFIക്കെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നു, തെറ്റായ വാർത്തകൾ ചമയ്ക്കുന്നുവെന്നും പരീക്ഷ എഴുതാത്ത ആൾ എങ്ങനെ ജയിച്ചു എന്നത് അന്വേഷിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. SFIയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വാർത്തകൾ ചമക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരുത്ത് ശക്തി ആരാണെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടി. പരീക്ഷ എഴുതാതെ ആരെങ്കിലും ജയിക്കുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു ലിസ്റ്റ് വരുമോ? അത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ ഒരു സഹാബിൻ്റെ നേരെ ഇത്തരം തികച്ചും തെറ്റായ അസംബന്ധപരമായ ഒരു ആരോപണം ഉന്നയിച്ച് അത് മുഴുവൻ കേരളത്തിലും ലോകത്തും മുഴുവൻ നിങ്ങളെല്ലാം കൂടി ചേർന്ന് വാർത്തയാക്കി SFIയെ കുറ്റപ്പെടുത്തത്തക്ക രീതിയിലുള്ള നിലപാട് നിങ്ങൾ സ്വീകരിച്ചത് തെറ്റായ സമീപനമാണ്. കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ രീതിയിൽ അത് കണ്ടെത്തണം. തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും പിന്തുണക്കില്ല.
തെറ്റായ രീതിയിൽ പ്രചരണം നടത്തുന്ന ഒന്നിന്റെയും പിന്നിൽ നിൽക്കുകയും ചെയ്യില്ല. SFI ആണെങ്കിൽ പരീക്ഷ എഴുതേണ്ട എന്നതാണ് കേരളത്തിലെ അവസ്ഥയെന്ന് രമേശ് ചെന്നിത്തല. ആശ്രയെ ന്യായീകരിക്കുന്ന MV ഗോവിന്ദന്റെ നിലപാട് ലജ്ജാകരം. നേതാക്കളെ കണ്ടാണ് അണികളും പഠിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. SFI ആണെങ്കിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, ജയിക്കും. SFI ആണെങ്കിൽ പരീക്ഷ എഴുതേണ്ട, പരീക്ഷ ജയിക്കും. SFI ആണെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി PhD എടുക്കേണ്ട, വ്യാജബിരുദം കിട്ടും. എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? വിദ്യാവിജയന്മാർക്കും വീണാ വിജയന്മാർക്കും മാത്രമേ കേരളത്തിൽ രക്ഷയുള്ളൂ എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എവിടേക്കാണ് കേരളം പോകുന്നത്? ഗോവിന്ദൻ മാഷെ പോലുള്ള ഒരാൾ പോലും ഇതിനെ ന്യായീകരിക്കുന്ന ലജ്ജാകരമാണ്. തലകുനിക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്ത ആളുകളുടെ പേരിൽ നടപടിയെടുക്കാതെ ഇവരെയൊക്കെ വ്യാജ ഡിഗ്രിക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. SFIക്കും DYFIക്കും എന്തുമാകാമെന്നായെന്ന് K. സുരേന്ദ്രൻ. പരീക്ഷ എഴുതാതെ SFIക്കാർ പാസ്സാകുന്നു. നേതാക്കൾ ഉളുപ്പില്ലാതെ പറയുന്നത് സാങ്കേതിക പിഴവെന്നാണ്. SFIയെ വെള്ളപൂശാനാണ് നേതാക്കൾ ശ്രമിക്കുന്നതെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. SFIക്കാർക്കും DYFIക്കാർക്കും ഇവിടെ എന്തുമാവാമെന്നുള്ള സ്ഥിതിയാണ്. അവർ പരീക്ഷ എഴുതണ്ട, അവർ മത്സരിക്കണ്ട, അവർക്ക് എല്ലാ സ്ഥാനവും വെള്ളിത്തളികയിൽ വെച്ച് സംസ്ഥാന ഗവൺമെന്റും സർവകലാശാലയും കോളേജ് അധികാരികളും എല്ലാം കൊണ്ടു കൊടുക്കുകയാണ്. പിന്നെ എന്തിനാണ് ഇവിടെ ഭരണം? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വഷളായ സ്ഥിതിയെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. എന്ത് തോന്നിയാസവും ചെയ്യാമെന്ന സ്ഥിതിയാണെന്നും PMA സലാം. ഉത്തരക്കടലാസുകൾ SFI നേതാക്കന്മാർ കൈകാര്യം ചെയ്യും. കോളേജുകൾ SFI നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്നത്. സെനറ്റ് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ SFIക്കാർ ഇടപെടുന്നത്. ഈ വിദ്യാഭ്യാസ മേഖലയാകമാനം തകർത്ത് തരിപ്പണാക്കില്ല. എന്ത് നെറികേടും എന്ത് തോന്നിയാസവും ചെയ്യാം. പരീക്ഷ എഴുതാത്ത ഒരാളാണ് പരീക്ഷ എഴുതി ജയിച്ചു എന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുന്നത്, സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. നമ്മളെ വിദ്യാഭ്യാസത്തിന് എന്ത് നിലവാരമുള്ളത്? കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ ലോകം അംഗീകരിക്കാത്ത ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് വിവാദങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട KSU ABVP പ്രതിഷേധം. ഗവർണർക്ക് ഇരു സംഘടനകളും പരാതി നൽകി. KSUവിന്റെ നേതൃത്വത്തിൽ മഹാരാജാസ് കോളേജിലേക്ക് മാർച്ച് നടത്തി. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് KSU സംസ്ഥാന പ്രസിഡന്റ് പരാതി നൽകി. പ്രിൻസിപ്പളിന്റെ വ്യാജ സീലും വ്യാജ ലെറ്റർ ഹെഡും ഉപയോഗിച്ചെന്നത് വളരെ ഗുരുതരമുള്ള ക്രിമിനൽ കുറ്റമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ DGPക്കും അതേപോലെ തന്നെ ഗവർണർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാരാജാസ് കോളേജിലേക്ക് നമ്മൾ ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഇതിനെതിരെ പ്രതിഷേധം. കാരണം വളരെ ലാഘവത്തോടുകൂടി കാണേണ്ടുന്ന ഒരു വിഷയമല്ല. ഇതിൽ കൃത്യമായിട്ട് SFIയുടെ ഇടപെടലും അതുപോലെ തന്നെ മഹാരാജാസ് കോളേജിലെ ഇടതുപക്ഷ അധ്യാപക അനധ്യാപക സംഘടനയുടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഈ രണ്ട് വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് KSUവിന്റെ ആരോപണം. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തയിലേക്ക്. കോട്ടയം കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സമരം പിൻവലിച്ചു. വിദ്യാർത്ഥിയായിരുന്ന ശ്രദ്ധ സതീഷിന്റെ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ഹോസ്റ്റൽ വാർഡൻ സിസ്റ്റർ മായയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ നടപടിയെടുക്കുമെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകി. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് ഈ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് അന്വേഷണത്തിന്റെ ചുമതല ക്രൈംബ്രാഞ്ച് DYSPക്ക് നൽകാനും SP-യുടെ ക്ലോസ് മോണിറ്ററിംഗിൽ വളരെ വിശദമായിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. SP-യുടെ മോണിറ്ററിംഗോടുകൂടി ക്രൈംബ്രാഞ്ച് DYSP അന്വേഷണം നടത്തും. ഈ സംഭവത്തിൽ ബന്ധപ്പെട്ടവർ എന്ന് കുട്ടികൾ ആരോപിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പോ പ്രഥമ ദൃഷ്ട്യ നമുക്ക് നടപടിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പോലീസ് അന്വേഷിച്ച് വ്യക്തമാകുന്ന മുറയ്ക്ക് അവർ കുറ്റക്കാരെങ്കിൽ നടപടിയെടുക്കാൻ കോളേജും പോലീസും അതിന് ബാധ്യസ്ഥരാണ്. ആ നിലയിലുള്ള നടപടി ഉണ്ടാവും. HODയെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞത് HODയുടെ പേരിൽ ഇപ്പം കറക്റ്റ് കുറ്റമുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് HODയെ സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ആണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ HODയെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് അംഗീകരിച്ചിട്ടില്ല.
ബിഷപ്പിനോട് സംസാരിച്ച് പിതാവ് തീരുമാനമെടുക്കാതെ ഒന്നും തന്നെ ഇപ്പൊ പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മായ സിസ്റ്ററിന്റെ കാര്യത്തില്. അപ്പോ അതും ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ HODയുടെ കാര്യം പറഞ്ഞത്, ടീച്ചറിന്റെ കാര്യം പറഞ്ഞത്, അതൊക്കെ അന്വേഷണാർത്ഥം അവരെ അന്വേഷണാർത്ഥം അവരെ മാറ്റി നിർത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലുള്ള ചർച്ചയായിരുന്നു? കുഴപ്പമില്ല എന്നാണ് പറയാൻ പറ്റുന്നത്. ഇപ്പം എന്താ നടക്കുന്നതെന്ന് നോക്കാം, അതേ ഇപ്പൊ പറയാൻ പറ്റൂ. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിന്റെ കൂടെ ഞങ്ങളും മുന്നോട്ട് പോകും. പിന്നെ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് മാറ്റി കൊടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് അഷുറൻസ് നൽകിയിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ പുറമെ ഇതിന് ഞങ്ങൾക്ക് തക്കതായ നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കില്ല. പിന്നെയും തൽക്കാലത്തേക്ക് ഇപ്പോ ഈ തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തൽക്കാലത്തേക്ക് സമരം പിൻവലിക്കുന്നതായി വിദ്യാർത്ഥികൾ പറഞ്ഞത്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഒപ്പം തന്നെ സഹകരണ മന്ത്രി VN വാസവനും വിദ്യാർത്ഥി പ്രതിനിധികളുമായും മാനേജ്മെന്റ് പ്രതിനിധികളുമായും നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പാക്കാൻ തീരുമാനമായത്. പ്രത്യേകിച്ച് ശ്രദ്ധ സതീഷിന്റെ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനമായി. ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്കിന്റെ പ്രത്യേക മേൽനോട്ടത്തിലായിരിക്കും ഈ അന്വേഷണം നടത്തുക. കുട്ടികൾ ഉന്നയിച്ച ആക്ഷേപത്തിന് പരിഗണിച്ചുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അന്വേഷണം സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ആദ്യത്തെ ഉറപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹോസ്റ്റൽ വാർഡനെയും ഡിപ്പാർട്ട്മെന്റ് മേധാവിയെ നീക്കണം എന്നുള്ളതായിരുന്നു. ഇതിൽ ഹോസ്റ്റൽ വാർഡൻ സിസ്റ്റർ മായെ നീക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകി. ബാംഗ്ലൂരെ ഒരു സന്യസ്ത സഭയുമായി ബന്ധപ്പെട്ടാണ് സിസ്റ്റർ മായ ഇവിടെ പ്രവർത്തിക്കുന്നത്. അവരെ മാറ്റാൻ ഉള്ള നടപടികൾ ആരംഭിക്കുമെന്നും മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അനൂപിന് എതിരെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ എന്തെങ്കിലും തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മറ്റു ഉള്ളവർക്കെതിരെ തുടർ നടപടി സ്വീകരിക്കാമെന്നും മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതി പരിഹാര സെല്ലുകൾ കൃത്യമായി പ്രവർത്തിക്കാനുള്ള സംവിധാനമുണ്ടാകും. കൌൺസിലർമാർ 4 പേരുണ്ട്, പക്ഷേ അവരുടെ അടുത്തേക്ക് പരാതികളൊന്നും എത്തുന്നില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞ പരാതി. ഇക്കാര്യങ്ങൾ പരിഹരിക്കാം എന്നും മാനേജ്മെന്റ് ഉറപ്പ് നൽകിയതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കില്ല എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ശ്രദ്ധയുടെ മരണവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് കേൾക്കാൻ തയ്യാറായില്ല. കാരണം ഇതൊരു അന്വേഷണത്തിലിരിക്കുന്ന വിഷയമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, അവരോട് നിങ്ങൾക്ക് മൊഴികൾ നൽകാമെന്ന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും സമരം തൽക്കാലത്തേക്ക് പിൻവലിക്കാൻ വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നത്. പൂർണ്ണമായും തൃപ്തിയില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. പക്ഷേ ഇനിയും എന്തെങ്കിലും മാനേജ്മെന്റ് ഉറപ്പുകൾ പാലിച്ചില്ല എങ്കിൽ തുടർന്നും ശക്തമായ സമരവുമായി രംഗത്ത് വരുമെന്നും വിദ്യാർത്ഥി പ്രതിനിധികൾ പ്രതികരിച്ചു. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ സ്വകാര്യ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൊടുപുഴ അൽ അസർ കോളേജിലെ 2ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി AR അരുൺ രാജിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. കുറച്ചുനാളായി അരുൺ രാജിന് മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നു. ഇത് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കോളേജിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. കുട്ടി തിങ്കളാഴ്ച രാവിലെ വന്നായിരുന്നു. നമ്മളവിടെ ഒരു എൻവയോൺമെൻറ്റൽ ക്യാമ്പ് സംഘടിപ്പിച്ചായിരുന്നു. അതിലും ഈ കുട്ടി പങ്കെടുത്ത് നല്ല ചിരിച്ചിട്ട് അതിൻ്റെ തെളിവൊക്കെ ഫോട്ടോയിലൊക്കെ ഉണ്ട്, പിള്ളേരെടുത്ത ഫോട്ടോയിലൊക്കെ ഉണ്ട്. അവന് നന്നായിട്ട് തന്നെ കോളേജിൽ നിന്ന് വൈകിട്ട് പോയതാണ്. പിന്നെ ഇവിടെ അടുത്ത ദിവസമാണ് നമ്മൾ അറിയുന്നത് ഇവന് ഈ രാത്രി ആരുമായിട്ടെന്തോ ചാറ്റ് ചെയ്തെന്നും എന്തോ സ്റ്റേറ്റസ് ഇട്ടിട്ട് രാത്രി 1:30 ആകുമ്പം 1:30-2 മണിക്ക് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന രീതിയിൽ. കോളേജുമായിട്ട് നമുക്ക് അവന് നല്ലൊരു എൻവയോൺമെൻറ്റ്. അവൻ എപ്പോഴും കോളേജിൽ വരാൻ താല്പര്യപ്പെടുന്ന കുട്ടിയാണ്. നമുക്ക് 9 മണിക്ക് കോളേജിൽ വരണമെങ്കിലും അവൻ രാവിലെ 8:45 തന്നെ കോളേജിൽ വരുന്ന കുട്ടിയാണ്. എല്ലാ ക്ലാസ്സുകളും അവൻ സ്ഥിരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അവൻ പഠിക്കാനുള്ള ഒരു താല്പര്യമുള്ള കുട്ടിയായിരുന്നു. അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരും അവനെക്കുറിച്ചൊരു നല്ലൊരു ഫീഡ്ബാക്ക് പറയുന്നത്. ഇതുവരെയ്ക്കും അവൻ കോളേജിൽ ഏതൊരു വിഷയത്തിലും അവൻ്റെ ഒരു പ്രശ്നത്തിലും അവൻ്റെ ഒരു പേരില്ലായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു കുട്ടിയായിരുന്നു. നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു നല്ലൊരു കുട്ടിയായിരുന്നു. ഇല്ല, എന്തിനും കോളേജിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. തിങ്കളാഴ്ച വരെ ഒരു കുഴപ്പമില്ലാതെ കോളേജ് കഴിഞ്ഞ് തിരിച്ചു വന്ന. അല്ലാതെ കോളേജിൽ അവനൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. അവനൊരു ക്യാമ്പസിലൊരു പ്രശ്നമില്ല. അവനെല്ലാം നല്ല ആക്റ്റീവായിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്.
എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു പരാതികളും ഇല്ല, ഞങ്ങൾക്ക് അതിനൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുമായിട്ട് പറഞ്ഞിട്ടില്ല. ഇടവേള. വിഷയത്തിൽ മഹാരാജാസ് കോളേജിലെ എല്ലാ വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിനാണ് കോളേജ് മുതിരുന്നത്. പക്ഷേ അതല്ല, അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് കൃത്യമായിട്ട് പോലീസ് ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം, ഗവർണറും ഇതിൽ ഇടപെടൽ നടത്തണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധമാണ് KSU ഇന്ന് കോളേജിലേക്ക്? KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാരാജാസ് കോളേജിലേക്ക് നമ്മൾ ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഇതിനെതിരെ പ്രതിഷേധം, കാരണം വളരെ ലാഘവത്തോടുകൂടി കാണേണ്ടുന്ന ഒരു വിഷയമല്ല. അതും SFI പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോൾ ഈ രണ്ട് വിഷയം ഉണ്ടാകുന്നത് ഒരാളെ കേന്ദ്രീകരിച്ചിട്ട്, ആർഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ കേന്ദ്രീകരിച്ച് അദ്ദേഹം പഠിച്ച ക്യാമ്പസിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ വിഷയം ഒക്കെ ഉണ്ടാകുന്നത്. ഇതിൽ വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടി SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയുടെ വളരെ അടുത്ത ആത്മാർത്ഥ മിത്രമാണ്, ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പോൾ കൃത്യമായിട്ട് ഉന്നത ഇടപെടലുകൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, അദ്ദേഹം MPhilനും PhDക്കും ഉൾപ്പെടെ ചേർന്നപ്പോൾ ഇതിൽ വ്യാജരേഖ ചമച്ചിട്ടാണോ ചേർന്നത് എന്ന് പോലും KSU സംശയിക്കപ്പെടുകയാണ്. ഇതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്ന് KSUവിൻ്റെ ആവശ്യം. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് KSUവിൻ്റെ തീരുമാനം. ക്യാമറാമാൻ ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ആർഷോയുടെ കേസിൽ സാങ്കേതിക പിഴവാണെന്ന് പ്രിൻസിപ്പൽ പറയുന്നു, എന്നാൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആർഷോ പ്രതികരിക്കുന്നത്. മറ്റൊന്ന് വിദ്യയുടെ കേസാണ്. അത് ഇത്രയും നിസ്സാരമല്ല, കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കേസാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുക, ജോലിക്ക് ശ്രമിക്കുക, മാത്രമല്ല സർക്കാർ കോളേജിൽ അധ്യാപികയായി ഇതേ വ്യാജ സർട്ടിഫിക്കറ്റിൽ സർക്കാർ ശമ്പളത്തിൽ ജോലി ചെയ്തു. വീണ്ടും അതിനുള്ള ശ്രമത്തിനിടെയാണ് ഇത് പുറത്തു വന്നത്. എങ്ങനെയാണ് കേസ് നടക്കുന്നത്, അന്വേഷണം നടക്കുന്നത്? ധന്യ, ഇപ്പോൾ മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ച് മഹാരാജാസ് കോളേജിലെ SFI നേതാക്കളെ സംബന്ധിച്ച് രണ്ട് ഗുരുതര ആരോപണങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് SFI മുൻ വിദ്യാർത്ഥിയും SFI നേതാവുമായ വിദ്യ വ്യാജരേഖ ചമച്ച്, അതായത് പുതിയൊരു അട്ടപ്പാടിയിലെ ഒരു കോളേജിലെ മലയാളം ഗസ്റ്റ് ലെക്ചർ തസ്തികയിലേക്ക് നിയമനം നേടാൻ മഹാരാജാസിൽ എക്സ്പീരിയൻസ് ഉണ്ട്, അവിടെ അധ്യാപികയായി ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് എന്ന തരത്തിൽ വ്യാജ സീലും വ്യാജ ലെറ്റർ പാഡും മഹാരാജാസിൻ്റെ അയർലൻഡിലെ മലയാളികൾക്ക് ആഘോഷമായി സന്നദ്ധ സംഘടനയായ മലയാളി ഇന്ത്യൻസിന്റെ 15ാമത് മെഗാമേള തികച്ചും കേരള തനിമയിൽ ഒരുക്കിയ മേളയിൽ മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ പങ്കെടുത്തു. പതിനഞ്ച് വർഷം മുൻപാണ് അയർലൻഡിൽ മലയാളികളുടെ കൂട്ടായ്മയായ മലയാളി ഇന്ത്യൻസ് രൂപീകരിച്ചത്. മൈൻഡ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘടന നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളാണ് പ്രവാസികളായ ഇന്ത്യക്കാർക്കിടയിൽ നടത്തുന്നത്. വലിയ ആഘോഷ അന്തരീക്ഷത്തിലാണ് ഡബ്ലിനിലെ അസ്ല സെന്ററിൽ മൈൻഡിന്റെ മെഗാമേള നടന്നത്. ഫിംഗർ മേയർ കൗൺസിലർ ഹോവർഡ് മഹോണിയും സിനിമാ താരം ഹണി റോസും ചേർന്ന് വിളക്ക് തെളിച്ച് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അയർലൻഡിലെ മന്ത്രിമാരായ ജാക്ക് ചേംബേഴ്സ്, തോമസ് ബെർണെ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കൗൺസിലർ പുണം രണെ, DB പോൾ എന്നിവരും ശ്രദ്ധേയ സാന്നിധ്യമായി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനായി യൂറോപ്യൻ പ്രതിനിധി മുഹമ്മദ് റിയാസ്, ഫെഡറൽ ബാങ്ക് പ്രതിനിധികളും മേളയിൽ സാന്നിധ്യമറിയിച്ചു. നിരവധി ഇൻഡോർ ഔട്ട്ഡോർ ഗെയിമുകളും ഒരുക്കിയിരുന്നു. കേരളത്തിലെത്തിയ അനുഭവമാണ് ഐറിഷ് മലയാളികൾക്ക് മൈൻഡ് മെഗാമേള നൽകിയത്. മേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഫാഷൻ ഷോയും ഏറെ ശ്രദ്ധേയമായി. കേരളത്തനിമയോതുന്ന കലാപരിപാടികളും കേരളീയ ഭക്ഷണവും അതിഥികൾക്ക് ഒരുക്കിയിരുന്നു. ആഘോഷങ്ങളോടനുബന്ധിച്ച് പുസ്തകമേളയും അരങ്ങേറിയിരുന്നു. ന്യൂസ് 18 ഡബ്ലിൻ. മലബാറിലെ ജില്ലകളിൽ 100-ലധികം പുതിയ +1 ബാച്ചുകൾ അനുവദിക്കാൻ ധാരണ. മറ്റ് ജില്ലകളിലെ 20ഓളം ബാച്ചുകൾ മലബാറിലേക്ക് പുനഃക്രമീകരിക്കാനാണ് നീക്കം. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും.
കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി ചർച്ചയായത്. SSLC പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെ മലബാർ മേഖലയിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കാൻ ധാരണയായി. നിലവിൽ 100ഓളം ബാച്ചുകൾ അനുവദിക്കാനാണ് ധാരണ. അങ്ങനെയെങ്കിൽ ഏകദേശം 5000 സീറ്റുകൾ പുതുതായി ഉണ്ടാകും. സർക്കാർ ഹൈസ്കൂളുകളിൽ പുതുതായി താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ച് പ്രശ്നപരിഹാരത്തിനും നീക്കം നടക്കുന്നുണ്ട്. എന്നാൽ വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് ആവശ്യമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. 10ാം ക്ലാസ് പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ അവസരം ഉണ്ടാക്കണം. ഹയർ സെക്കൻഡറി പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ അവസരം ഉണ്ടാക്കണം. ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഇത് വർഷങ്ങളായുള്ള ഡിമാൻഡാണ്. താൽക്കാലികമായുള്ള ചില മുട്ടുനയങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനല്ല വേണ്ടത്. ശാശ്വതമായി ഇത് പരിഹാരം ഉണ്ടാകണം. പരീക്ഷയ്ക്ക് എഴുതിയ കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. പാസ്സായ കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. A+ കിട്ടിയ കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. അതിനനുസൃതമായി തുടർ പഠനത്തിന് അവസാനം ഉണ്ടാക്കുക എന്നത് ഒരു ഗവൺമെന്റിന്റെ പ്രാഥമികമായ ചുമതലയാണ്. ജൂൺ 19-ന് 1ാം അലോട്ട്മെന്റ് വന്ന ശേഷമായിരിക്കും പുതിയ ബാച്ചുകൾ അനുവദിക്കുക. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും പങ്കെടുക്കുന്ന ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ന്യൂസ് 18 തിരുവനന്തപുരം. വിദ്യാ കെയുടെ റിസർച്ച് ഗൈഡ് പിന്മാറി. കാലടി സർവകലാശാലയിലെ വിദ്യാ കെയുടെ റിസർച്ച് ഗൈഡായ ഡോക്ടർ ബിജു എക്സ് മലയിലാണ് പിന്മാറിയത്. കാലടി സർവകലാശാല VC-ക്ക് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി. സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സുവി, വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദമായ പശ്ചാത്തലത്തിലാണോ, ചർച്ചയായ പശ്ചാത്തലത്തിലാണോ റിസർച്ച് ഗൈഡിന്റെ പിന്മാറ്റം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, വിദ്യാ കെയുടെ റിസർച്ച് ഗൈഡായ ബിച്ചു എക്സ് മലയിലാണ് പിന്മാറിയിരിക്കുന്നത്. മൂല്യബോധമില്ലാത്ത ഇത്തരം പ്രവണതകൾ കണ്ടു നിൽക്കാനാകില്ല എന്നാണ് ഈ ബിച്ചു എക്സ് മലയിൽ പറയുന്നത്. ഇന്ന് രാവിലെയാണ് അവർ VC-ക്ക് കത്ത് നൽകിയത്. ഇന്നലെ രാത്രിയാണ് ഇത് തയ്യാറാക്കിയത്. ക്രിമിനൽ കുറ്റം ചെയ്ത കുട്ടിയുമായി ഒത്തുപോകാൻ സാധിക്കില്ല എന്നും ഇവർ പറയുന്നുണ്ട്. മറ്റൊരു കാരണത്താലുമല്ല ഇത്തരത്തിലുള്ള പ്രവണതകൾ, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. വിദ്യാ കെയുടെ റിസർച്ച് ആയിരിക്കുന്നതിന്റെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷെ ഇത്തരം പ്രവണതകൾ കണ്ടു നിൽക്കാനാകില്ല, അതുകൊണ്ടാണ് താൻ രാജി വെക്കുന്നത്, ഇതിൽ നിന്ന് പിന്മാറുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലടി സർവകലാശാല VC-ക്കാണ് മലയാളം ഡിപ്പാർട്ട്മെന്റ് അധ്യാപികയായ ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടെ ഇവർ നൽകിയിട്ടുണ്ട്. വിദ്യാ കെയെ കുറിച്ച് അന്വേഷണം നടത്തണം എന്നും ഇവർ VC-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലടി സർവകലാശാല VC-യോടാണ് തന്നെ ഈ റിസർച്ച് ഗൈഡ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. വിദ്യാ കെയുടെ റിസർച്ച് ഗൈഡ് പിന്മാറിയിരിക്കുന്നു. കാലടി സർവകലാശാലയിലെ റിസർച്ച് ഗൈഡായ ഡോക്ടർ ബിച്ചു എക്സ് മലയിലാണ് പിന്മാറിയത്. സർവകലാശാല VC-ക്ക് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. വിവാഹം നടത്താമെന്ന് ഉറപ്പു നൽകി യുവതിയെ ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന് പരാതി. തൃശൂർ കൂടപ്പുഴ സ്വദേശി അരുൺ ഉണ്ണികൃഷ്ണനെതിരെയാണ് പാലക്കാട് സ്വദേശിയായ യുവതിയുടെ പരാതി. പെണ്ണ് കാണൽ ചടങ്ങ് നടത്തി വിവാഹം ഉറപ്പിച്ചെന്ന് ഉറപ്പു നൽകി യുവതിയെ ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. വിദേശത്തേക്ക് കടന്നുകളഞ്ഞ പ്രതിയെ പിടികൂടാൻ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഓഫീസിന് എമർജൻസി ഉണ്ട്, ഇപ്പം തന്നെ ഇൻവോയ്സ് ആക്കി കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് KTDCയിൽ റൂമുണ്ട്, നെറ്റില്ല എൻ്റെ കയ്യിൽ, അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് ജോലി ചെയ്യുമായിരുന്നു. ഇയാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫോഴ്സ്ഫുള്ളി എൻ്റെ അടുത്ത് പറയാം, നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയല്ലേ, പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും കല്യാണം കഴിക്കുമ്പോൾ 1.25 വർഷം നമ്മളിങ്ങനെ നിന്നില്ലേ ഫോൺ കൂടെ മാത്രം, ഇനിയും അങ്ങനെ നിന്നാൽ മതി, 2-3 മാസത്തെയും കൂടി ഇതല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല, ഫോഴ്സ്ഫുള്ളി ബലം പ്രയോഗിച്ച് ഇയാൾ ഞാനുമായിട്ട് ഇന്റർകോഴ്സ് ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡനത്തിനിരയായി ചതിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനിയാണ് നീതി തേടുന്നത്. തൃശൂർ സ്വദേശി അരുൺ ഉണ്ണികൃഷ്ണനുമായി 2 വർഷമായി വിവാഹം ഉറപ്പിച്ചിട്ടെന്നും എന്നാൽ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം പ്രതി വിദേശത്തേക്ക് കടക്കുകയായിരുന്നു എന്നുമാണ് യുവതിയുടെ ആരോപണം. പ്രതി സ്വന്തം കുടുംബത്തിന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടത്തുന്നതെന്ന് യുവതി പറയുന്നു. നിരവധി യുവതികളുടെ നഗ്നചിത്രങ്ങൾ മൊബൈലിൽ സൂക്ഷിക്കുന്ന ഇയാൾ മുമ്പും നിരവധി പേരെ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ചതായും ആരോപണമുണ്ട്. ഉള്ള വീട്ടിലെ പെൺകുട്ടിയാണെങ്കിൽ അച്ഛനും അമ്മേനെ അവിടെ വീടും. ഇത് ഫാമിലിയുടെ ട്രാപ്പാണ്, മൊത്തത്തോടെ ഇങ്ങനെയാണ്. അച്ഛൻ പറയാണ് മരുമകളുടെ അടുത്ത്, ആണുങ്ങളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും,
അത് നിനക്ക് സഹിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയിക്കോ. നിങ്ങളുടെ മകൻ കുഞ്ഞിലേ തൊട്ട് തുടങ്ങിയതാണ് ഈ പരിപാടി. കാരണം ഇപ്പം ഞാൻ അന്ന് അന്വേഷിക്കുമ്പോൾ പല സ്ത്രീകളുടെ ന്യൂഡ് ഫോട്ടോസ് ഇയാളുടെ മെയിലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇയാളുടെ ഒരു അയൽവാസിയാണ്, ഞാൻ ആ പെൺകുട്ടിയുടെ പേര് പറയില്ല. ആ പെൺകുട്ടിയായിട്ട് ഇതേപോലെ ബന്ധം സ്ഥാപിച്ചെടുത്തിട്ട് ആ പെൺകുട്ടിയുടെ ഫോട്ടോസും എടുത്തു വെച്ചിട്ട് പെൺകുട്ടി വരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുൻ ഭാര്യയുമായുള്ള വിവാഹമോചനം നടത്തിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അരുൺ ഉണ്ണികൃഷ്ണൻ തട്ടിപ്പ് നടത്തിയത്. മുമ്പും പെണ്ണുകാണൽ ചടങ്ങ് നടത്തി നിരവധി പേരെ ഇയാൾ കബളിപ്പിച്ചു. ഇയാളുടെ വൈഫിനെയും കൂടി വിളിച്ചു, നമ്പർ ഒപ്പിച്ച് വിളിച്ചപ്പോഴാണ് പറഞ്ഞത് അതിന് അരുൺ എന്നെ ഡിവോഴ്സ് തന്നിട്ടില്ല, ഞാൻ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് റെസ്റ്റിറ്റ്യൂഷൻ അല്ലേ ഫയൽ ചെയ്തിരിക്കുന്നതെന്ന്. അതാണ് എൻ്റെ സമനില അവിടെ തെറ്റി. കാരണം 2.25 വർഷം കൊണ്ട് ഇയാൾ എന്നെ ചതിക്കുക, ഡൈവോഴ്സായി എന്ന് പറഞ്ഞ് ചതിക്കുകയാണ്. പക്ഷെ അയാൾ ഫയൽ ചെയ്തിരിക്കാൻ റെസ്റ്റിറ്റ്യൂഷനാണ് ഭാര്യ. എന്നിട്ടാണ് ഈ എല്ലാം പെണ്ണുങ്ങളുടെ വീട്ടിൽ കല്യാണം ആലോചിച്ച് പോകുന്നത്. അപ്പോൾ എത്ര വലിയൊരു ട്രാപ്പാണ് ഇത് കുടുംബത്തോടെ ചെയ്യുന്നത്. പക്ഷേ ഭാര്യനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ട് ഭാര്യ ഡൈവോഴ്സ് ആണെന്ന് പറഞ്ഞ് പെൺകുട്ടികളുടെ വീട്ടിൽ പോയിട്ട് കല്യാണം, ഈ മൂന്നാമത്തെ പെണ്ണെന്ന് പറയുന്ന പെൺകുട്ടി കല്യാണം കഴിക്കാത്ത പെണ്ണ്. പ്രതിക്കെതിരെ മലമ്പുഴ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് യുവതി ആരോപിക്കുന്നു. വിദേശത്തേക്ക് കടന്നതിനാൽ പ്രതിക്കെതിരെ നടപടിയെടുക്കാനാവില്ല. പരാതിയുമായി എത്തിയ തന്നോട് പോലീസ് അപമര്യാദയായി പെരുമാറിയെന്നും യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. ഞാൻ കേസ് ഫയൽ ചെയ്തപ്പോൾ പറയുന്നത് ഇവളെ എവിടെയോ കൊണ്ടുപോയി എന്തോ ചെയ്തെന്ന് പോലീസ്, അവിടുത്തെ SI പ്രദീപ് കുമാർ പറയുന്നത്. ഇതാണ് അവരൊരു വിക്ടിമിന് കൊടുക്കുന്ന വില. എങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ നമ്മളുടെ അച്ഛനും അമ്മേനേക്കാളും നമ്മൾ സെക്യൂർ ആയിരിക്കും ഈ ഒരു ഖാക്കി ഇട്ട ഒരു ഉദ്യോഗസ്ഥന്റെ അടുത്ത് പോയാൽ നമുക്കെതിരായിട്ട് നിൽക്കുന്ന. അപ്പോൾ ഈ ഒരു രാജ്യത്തിൽ എങ്ങനെ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടുമെന്നാണ് പറയുന്നത്. വിദേശത്തുള്ള അരുണിനെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും ഇനി ഒരു സ്ത്രീക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്നും യുവതി പറയുന്നു. ക്യാമറമാൻ KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. ഇടവേള. കോഴിക്കോട് തിക്കോടിയിൽ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് കൂട്ടയടി. അയൽവാസികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. പ്രദേശത്തെ വീട്ടുകാർ മതിൽ കെട്ടുന്നതിനായി ജോലിക്കാരെ വിളിക്കുകയും ഇവരെത്തി മതിൽ പണി പുരോഗമിക്കവെ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. ഇത് കൂട്ടയടിയിൽ കലാശിക്കുകയായിരുന്നു. നാട്ടിൽ നിന്ന് വന്നതാ ഷാന, ഇന്നലെ തുടങ്ങി. റോഡുണ്ടാക്കി കൊടുക്കാൻ അല്ല അങ്ങനെ പണിക്കാരിങ്ങനെ മറ്റുള്ളവർ വന്നിട്ട് അടിക്കുക. പണിക്കാരടിച്ചേ പണിക്കാരതല്ലേ പെണ്ണുങ്ങൾ നടക്കുന്ന ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5550 രൂപ, പവന് 44,400 രൂപ, വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3615 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ലേഡീസ് വാൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.